ഹലോ, ഒരു മാംഗോ ചീസ് കേക്ക് ഉണ്ടാക്കിയാലോ? അപ്പോൾ ഇതിന് വേണ്ടിയുള്ള ചീസൊക്കെ വീട്ടിൽ തന്നെ തയ്യാറാക്കിയിട്ട് നമുക്കൊരു മാംഗോ ചീസ് കേക്ക് തയ്യാറാക്കാം. അതിനുവേണ്ടി 1 ലിറ്റർ പാലായിട്ട് എടുത്തിട്ടുള്ളത് ചീസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ 1 ലിറ്റർ പാലിലേക്ക് ജസ്റ്റ് ചെറുതായിട്ട് തിള വന്ന് തുടങ്ങുന്ന സമയത്ത് 1 ടേബിൾ സ്പൂൺ വിനെഗർ ചേർത്തെടുത്തിട്ടുണ്ട്. അത് നന്നായിട്ടൊന്ന് തിളച്ച് പാലൊന്ന് പിരിഞ്ഞ് വരുന്ന സമയമാകുമ്പോൾ അടുത്ത 1 ടേബിൾ സ്പൂണും കൂടെ വിനെഗർ ചേർത്തിട്ട് നന്നായിട്ട് പിരിച്ചെടുക്കാം. എന്നിട്ട് ഇതുപോലെ അരിപ്പയിലിട്ടിട്ട് നന്നായിട്ട് അരിച്ചെടുക്കണം. അതിലേക്ക് കുറച്ച് ചൂടുവെള്ളം കൂടെ ചേർത്തിട്ട് വേണം അതിന് മുകളിലൂടെ ഒഴിച്ചു കൊടുത്തിട്ടൊന്ന് അരിച്ചിട്ട് മാറ്റി വയ്ക്കണം. ഇനി നമുക്ക് മാംഗോൻ്റെ പൾപ്പ് തയ്യാറാക്കണം. അതിനുവേണ്ടി 5 മാങ്ങ എടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഇത് പൾപ്പാക്കി വന്നപ്പോൾ 1 കപ്പ് പൾപ്പ് കിട്ടിയിട്ടുണ്ട്. ഇതൊരു പാനിലേക്ക് ചേർത്ത് കൊടുക്കാം. മാംഗോൻ്റെ പൾപ്പ് ഒരു പാനിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് 1 കപ്പ് പഞ്ചസാരയും 1 ടീസ്പൂൺ ചെറുനാരങ്ങ നീരും ചേർത്തിട്ട് നമുക്ക് നന്നായിട്ട് എന്ത് ചെയ്യാം, ഒന്ന് ഫ്ലെയിം ഓൺ ചെയ്തിട്ടൊന്ന് വേവിച്ചെടുക്കാം. പഞ്ചസാരയ്ക്ക് ഒന്ന് മെൽറ്റായി നല്ലൊരു തിള വരുന്ന വരെ ഒന്ന് കുക്ക് ചെയ്തെടുത്തിട്ട് ഇതൊന്ന് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് ക്രീം ചീസിൻ്റെ നമ്മുടെ ബാക്കി കാര്യങ്ങൾ ചെയ്യാം. അപ്പോൾ നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ആ മിക്സ് ഒരു ബ്ലെൻഡറിലേക്ക് ഇട്ട് കൊടുക്കാം. കുറച്ച് വെനില എസൻസും 1/4 കപ്പോളം പഞ്ചസാരയും 1/4 കപ്പ് ക്രീം, ഫ്രഷ് ക്രീമോ വിപ്പിംഗ് ക്രീമോ എന്ത് വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം. ആ ക്രീമും കൂടെ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് മാറ്റി വയ്ക്കാം. ഇതാണ് നമ്മുടെ ക്രീം ചീസിൻ്റെ ബേസ് കിട്ടി. ഇനി നമുക്ക് ഇതിൻ്റെ ഒരു ബേസ് ലെയർ തയ്യാറാക്കിയെടുക്കണം. അതിനുവേണ്ടി ബിസ്ക്കറ്റിൻ്റെ പൗഡറാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഇപ്പോൾ ഗുഡ് ഡേയുടെ ബിസ്ക്കറ്റാണ് ഇവിടെ യൂസ് ചെയ്തത്. 1 പാക്കറ്റ് ബിസ്ക്കറ്റ് എടുത്തിട്ടുണ്ട്. ഇതൊരു ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കണം. അപ്പോൾ ഇത് പൊടിച്ചെടുത്തിട്ട് നമ്മളിതിലേക്ക് മെൽറ്റഡ് ബട്ടറാണ് ചേർത്ത് കൊടുക്കുന്നത്. ഒരു 3 ടേബിൾ സ്പൂണോളം മെൽറ്റഡ് ബട്ടർ ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. ഒരു ബേസ് ലെയറായിട്ട് സെറ്റ് ചെയ്യാൻ പാകത്തിനുണ്ട്. ഇതുപോലെ ഒന്ന് മിക്സായിട്ട് കിട്ടണം. നമ്മൾ കയ്യിലിങ്ങനെ വെച്ച് ഉരുട്ടി എടുക്കാൻ പറ്റുകയും ചെയ്യും. പൊടിച്ച് നോക്കിയാൽ പെട്ടെന്ന് പൊടിയുകയും ചെയ്യുന്നൊരു പരുവാണ് വേണ്ടത്. ഇതിലേക്ക് 2 സ്പൂണ് ജലാറ്റിൻ എടുത്തിട്ട് നമ്മൾ മെൽറ്റാക്കാൻ എടുക്കണം. അതിന് വേണ്ടിയിട്ട് 2 സ്പൂൺ ജലാറ്റിനിലേക്ക് 2 ടേബിൾ സ്പൂൺ വെള്ളം വറുത്തൊന്ന് സോക്ക് ചെയ്യാൻ വെച്ചിട്ടുണ്ട്. ഇനി നമ്മുടെ ബിസ്ക്കറ്റിൻ്റെ ലെയർ, നമ്മൾ ബേസ് ലെയർ നമ്മൾ ഏത് പുഡിംഗ് ട്രേ ആണോ സെറ്റ് ചെയ്യാൻ എടുക്കുന്നത് അതിലേക്ക് നമ്മുടെ ബിസ്ക്കറ്റിൻ്റെ ഒരു ബേസ് ലെയർ ഇതുപോലെ സെറ്റ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നല്ലപോലെ സ്പൂണിൻ്റെ ബാക്ക് വെച്ചിട്ട് ഇവിടെ ചെറിയ 4 കപ്പിലാണ് ഇത് ആദ്യം സെറ്റ് ചെയ്തെടുക്കുന്നത്. ഇതുപോലെ 4 കപ്പിലും ഒരു ബേസ് ലെയർ സെറ്റാക്കിയിട്ടുണ്ട്. ഇനി ബാക്കിയുള്ള ബിസ്ക്കറ്റിൻ്റെ പൗഡർ ഇതുപോലെ ഒരു വലിയ ട്രേ എടുത്തിട്ട് അതിലേക്ക് സെറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതുപോലെ നല്ലപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ട് നമ്മളൊരു ഗ്ലാസിൻ്റെയോ പാത്രത്തിൻ്റെയോ ഒക്കെ അടിഭാഗം വെച്ചിട്ട് നല്ലപോലെ പ്രസ് ചെയ്ത് കൊടുത്താൽ ഇതുപോലെ നമുക്ക് നല്ല ഒരു നീറ്റായിട്ടുള്ളൊരു ലെയറായിട്ട് കിട്ടും. ഇനി ഇതൊന്ന് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മാറ്റി വയ്ക്കണം. ഇതൊന്ന് സെറ്റ് ചെയ്ത് വരുമ്പോഴേക്കും നമുക്ക് ക്രീം ചീസിൻ്റെ ലെയർ റെഡിയാക്കി എടുക്കാം. അതിനുവേണ്ടി നമ്മൾ നേരത്തെ അടിച്ച് വെച്ചതിലേക്ക് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച മാംഗോൻ്റെ പൾപ്പിനൊരു 3/4 ഭാഗത്തോളം അതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഒരു 1/4 ഭാഗം നമ്മൾ മാറ്റി വയ്ക്കണം. അത് നമുക്ക് ടോപ്പിംഗ് ആയിട്ട് മുകളിലൊരു ലെയർ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ 3/4 ഭാഗം അതിലേക്ക് ചേർത്ത് കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇനി ഇതിലേക്ക് 1 കപ്പ് വിപ്പിംഗ് ക്രീമാണ് ചേർത്ത് കൊടുക്കുന്നത്. അതുകൂടെ ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ക്രീം ചീസിൻ്റെ ലെയർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. കുറച്ചൊരു ഓറഞ്ചിൻ്റെ ജസ്റ്റാണ് ചേർത്ത് കൊടുക്കുന്നത്. ഓറഞ്ചിൻ്റെ ചെറുനാരങ്ങയുടെ തൊലി ജസ്റ്റ് ഗ്രേറ്റ് ചെയ്ത് വെച്ചത്. നമ്മൾ നേരത്തെ സോക്ക് ചെയ്ത് വെച്ചിട്ടുള്ള ജലാറ്റിൻ നമ്മൾ മെൽറ്റ് ചെയ്തിട്ട് അതും കൂടെ അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ സെക്കൻഡ് ലെയർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മുടെ നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള ബേസ് ലെയറിൻ്റെ മുകളിലേക്ക്, ബിസ്ക്കറ്റിൻ്റെ ആ ലെയറിൻ്റെ മുകളിലേക്ക് നമുക്ക് ഇത് സെറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ഇതുപോലെ ഞാൻ ബാക്കിയെല്ലാം ഇത് സെക്കൻഡ് ലെയറായിട്ട് സെറ്റ് ചെയ്തിട്ട് നമുക്ക് ഒന്ന് ഫ്രിഡ്ജിൽ ഒന്ന് സെറ്റാവാൻ വയ്ക്കാം. നമുക്ക് ലാസ്റ്റ് ലെയർ തയ്യാറാക്കാൻ വേണ്ടി നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള മാംഗോൻ്റെ പൾപ്പല്ലേ, അതിലേക്ക് 1/4 കപ്പ് വെള്ളം കൂടെ ചേർത്തിട്ടുണ്ട്. അതിലേക്ക് ആവശ്യത്തിന് പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുത്ത് നന്നായിട്ടും തിളപ്പിച്ചെടുക്കണം. അതിലേക്ക് കുറച്ച് ചെറുനാരങ്ങ നീരും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം. ഇനി ഇതിലേക്ക് 2 സ്പൂണ് ജലാറ്റിന് ഇതുപോലെ നേരത്തെ പോലെ തന്നെ നമ്മൾ സോക്ക് ചെയ്യാൻ വെച്ചിട്ടൊന്ന് മെൽറ്റ് ചെയ്തെടുക്കണം. അതിലേക്ക് കുറച്ച് വെനില എസൻസും ചേർത്തിട്ട് നമുക്ക് അതും കൂടെ ഈ ഒരു മിക്സിലേക്ക് ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്താൽ നമ്മുടെ തേർഡ് ലെയർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതൊന്ന് ചെറുതായിട്ടൊന്ന് ചൂടാറിയതിന് ശേഷം മാത്രമേ നമ്മൾ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാൻ പാടുള്ളൂ. ചൂടോട് കൂടെ അത് ഒഴിച്ചു കൊടുക്കരുത്. നല്ല ചൂടിലാണെങ്കിൽ നമ്മൾ അടിയിൽ സെറ്റ് ചെയ്ത് വെച്ച ലെയർ ഇവിടെ മെൽറ്റായിട്ട് പോകും. അപ്പോൾ ഒരു ചെറിയ ചൂടോടുകൂടി നമ്മൾ വേണം അത് ഒഴിച്ചു കൊടുക്കാനും. അപ്പോൾ തേർഡ് ലെയറും കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് നമുക്ക് ഫ്രിഡ്ജിൽ വെച്ചൊരു 2 ഹവേഴ്സൊക്കെ ഫ്രിഡ്ജിൽ വെച്ചൊന്ന് സെറ്റ് ചെയ്തെടുക്കണം. അപ്പോൾ നമ്മുടെ പുഡിംഗ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതൊരു ക്ലിംഗ് റാപ്പ് ഞാൻ വെച്ചൊന്ന് കവർ ചെയ്തിട്ട് നമുക്കൊന്ന് സെറ്റ് ചെയ്തിട്ടെടുക്കാം. ഇതൊരു 2 ഹവേഴ്സ് ഫ്രിഡ്ജിൽ വെച്ചിട്ട് സെറ്റ് ചെയ്തെടുക്കുമ്പോൾ നമ്മുടെ മാംഗോ ചീസ് കേക്ക് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ക്രീം ചീസൊക്കെ പുറത്തുനിന്ന് വാങ്ങാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. നല്ല ടേസ്റ്റ് കേട്ടോ, എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ ഇതാണ് നമ്മൾ ഫൈനൽ ലുക്ക് വരുന്നത്. നല്ല അടിപൊളിയാണ് കാണാൻ കേട്ടോ. ഇനി ഇതിന് ഗാർണിഷ് ചെയ്യാൻ വേണ്ടി കുറച്ച് കട്ട് മാംഗോസാണ് ചേർത്ത് കൊടുക്കുന്നത്. അതിൻ്റെ സെൻറ്ററിൽ ഇട്ട് കൊടുത്താൽ നമ്മുടെ ലാസ്റ്റ് ഫൈനൽ സ്റ്റെപ്പ് ഗാർണിഷിങ്ങും കഴിഞ്ഞു. ഇനി ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. നല്ല ടേസ്റ്റാണ് കേട്ടോ, എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഈ മെൽറ്റിംഗ് ഇൻ ദ മൗത്ത് എന്നൊക്കെ പറയും പോലെ വായിൽ മെൽറ്റായി പോകുന്നുണ്ട്.